ചേച്ചി ചേച്ചി ആ ബിസ്ക്കറ്റ് ബോർബോണോ ബിസ്ക്കറ്റ് തരുമോ? അത് മതി. എത്ര ചേച്ചി? ചേച്ചി മിനി ചേച്ചി അല്ലേ വെഡിങ് ഫോട്ടോഷൂട്ടില്? ആ ചേച്ചിന്റെ വീട് ഇവിടെയാ? തിരക്കിലാണോ? ഒന്നുമില്ല, ഒന്ന് സംസാരിക്കാലോ. ഹായ് ഹലോ നമസ്കാരം. ചിമ്പൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള നമ്മുടെ മീനങ്ങാടിക്ക് അടുത്ത് കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബേക്കറിയിലാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വളരെ വെറൈറ്റിയാണ്. PK ബേക്കറിയിലാണുള്ള ഇവിടുത്തെ സ്റ്റാഫാണ് നമ്മുടെ പ്രിയപ്പെട്ട മിനി ചേച്ചി. ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. മിനി ചേച്ചീനെ നമ്മുടെ വയനാട് അല്ല കേരളം മൊത്തം മിനി ചേച്ചി വൈറലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മിനി ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. പക്ഷേ ഈ അടുത്ത ഇടയ്ക്കാണ് സേവ് ദ ഡേറ്റ് എടുത്തിട്ടുള്ളത്. മഹാസംഭവമാണ് അല്ലേ? അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കാക്കവയൽ, മിനിയേച്ചിന്റെ വീട് കാക്കവലാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ ചാനലുകളിൽ കണ്ടായിരുന്നു. എങ്ങനെയാണ് 23 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സേവ് ദ ഡേറ്റ് വേണം തോന്നിയത്? ഞാൻ ഒരുപാട് കാലമായിട്ട് വിചാരിക്കുന്നതാണ്. മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒത്തു വന്നപ്പോൾ ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് ബ്യൂട്ടീഷ്യനാണ്. ഒരു 10-12 വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ഈ ഷോപ്പിന്റെ മുന്നിൽ കൂടെ ഒരുങ്ങി പോകുന്നൊക്കെ ഞാൻ ഒരുപാട് നോക്കി നിന്നിട്ടൊക്കെ ഉണ്ട്. കച്ചവടത്തിനേക്കാൾ കൂടുതൽ അതെ അതെ. പിന്നെ നമ്മുടെയൊക്കെ അന്നത്തെ കാലത്ത് അത്ര നന്നായിട്ട് ഒരുങ്ങാനുള്ള സാഹചര്യം നമുക്കില്ല. അപ്പം എന്താ പറയാ, ഒരു ദിവസം ഒത്ത് വന്നു സംസാരിച്ചു. എല്ലാവർക്കും ഭയങ്കര അതിശയായിരിക്കും, എന്താ ഇത്ര വലിയ അത്ഭുതമായിട്ടുള്ള ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ്. അപ്പൊ നമുക്ക് ആ സേവ് ദ ഡേറ്റ് ഒന്ന് കണ്ടിട്ട് വരാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ചേട്ടനൊക്കെ എങ്ങനെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടായിരുന്നു. മൂപ്പര് പറഞ്ഞ പോലെ പണ്ടൊക്കെ പിള്ളേര് ചെറുതായിരുന്ന സമയത്ത് ക്യാമറ ഓൾറെഡി കയ്യിലുള്ള ആളാ. നമ്മളെ വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു പണ്ടത്തെ കേട്ടോ. അന്നൊക്കെ ഫോട്ടോ എടുക്കും, ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതൊക്കെ നാശാനും പക്ഷെ നമ്മള് എടുക്കാറില്ല. അതായത് പിന്നെ ഇപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോകണം, സ്ഥലത്ത് പോകണം. പക്ഷെ ഇങ്ങനെയൊരു ആഗ്രഹം അത് ഭയങ്കര സംഭവം തന്നെയാണോ. പിന്നെ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും മോനും ഞാൻ സർപ്രൈസ് കൊടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷമാണ്. അമ്മ കണ്ടിട്ട് കരഞ്ഞു. പണ്ട് ചെയ്യാൻ സാധിക്കാത്തത്. അതെ അതെ. ഇപ്പൊ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കല്ലേ, അവര് നമ്മളെ ഇറക്കി വിടണം എന്നുള്ള ഒരു എന്തായിരിക്കും. അപ്പം അത് ഞാൻ വീട്ടില് ഞാനും ഏട്ടനും മക്കളും പിന്നെ പിന്നെ ഏട്ടന്റെ അനിയൻ, ഭാര്യ, അമ്മ എല്ലാവരും ഉണ്ട്. മോൻ പുറത്താണ്, 4 മാസമായി പോയിട്ട് ഈ കാർഗോ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ മോള് +2 പഠിക്കുന്നു. ഇവിടെ കാക്കവയൽ സ്കൂളിൽ തന്നെ, കൊമേഴ്സ്. മേക്കപ്പ് ചെയ്തതാരായിരുന്നു? സിത്താര സുനിൽ. അപ്പൊ സിത്താര സുനിലിനോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു പ്രതികരണം? അവൾ എന്ന് വേണേലും ചെയ്യാം, നമുക്ക് ഒഴിവ് നോക്കിയിട്ട് വർക്ക് ഇല്ലാത്ത സമയത്ത് നോക്കി ചെയ്യാന്ന് പറയുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരിങ്ങനെ ഒരുങ്ങുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ട് പോകുമ്പോ നോക്കി നിൽക്കും ഞാന്. ഈ ബിൽഡിംഗ് മൊത്തം ചായ കൊണ്ട് കൊടുക്കാത്ത കടകളില്ല. അതായത് ഡ്യൂട്ടി ടൈമിലും വരുന്നവരെ നോക്കുവാണ്. ഓണറിനോടൊന്ന് ചോദിച്ചോട്ടെ കടയിൽ കറക്റ്റ് കച്ചവടം നടക്കുന്നുണ്ടോ. അപ്പം ചേച്ചി ഈ ബ്യൂട്ടി പാർലറിലെ ആളോട് പറഞ്ഞപ്പം ആളെന്താ പറഞ്ഞ എന്ത് വേണേലും ചെയ്യാം, നമുക്ക് ചെയ്യാം. പിന്നെ ചേച്ചി ഇത് പറഞ്ഞ സമയത്ത് ആരെങ്കിലും ഒക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഇപ്പൊ ഈ വയസ്സാം കാലത്ത് ഒരുങ്ങി നടക്കാം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ എന്നെ കേക്ക് പറഞ്ഞിട്ടില്ല. അതെ 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 അതെ. പക്ഷെ ഒരുപാട് പേര് ഭയങ്കര സന്തോഷമായി പറഞ്ഞു. എനിക്ക് ഞാൻ ഇൻസ്റ്റയിലാണ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഫോട്ടോസ്. അപ്പൊ തന്നെ കമന്റുകൾ വന്നു. പിന്നെ നമ്മൾ വാട്സപ്പിൽ മെയിൻ ആണല്ലോ സ്റ്റാറ്റസ് ഇടല്. അതില് ഒരുപാട് പേര്
ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവർക്കും കൂടി ഒരുങ്ങാൻ തോന്നുകയാണ്. നമ്മുടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം അത് ചേച്ചി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. പക്ഷെ അത് കേരളം മൊത്തം ഏറ്റെടുത്തു. അതെ അതെ. പിന്നെ വാർത്തയാവാനുള്ള മെയിൻ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് ആൽബാക്കി വെക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എൻ്റെ ഓണർ ആണ് ന്യൂസിലേക്ക് കൊണ്ടാക്കുന്നത്. നമ്മൾ മലനാട് ചാനലിൻ്റെ ആള് നാസർക്ക ചായ കുടിക്കാൻ വന്ന സമയത്ത് മിനി ഇങ്ങനെ ഒരുങ്ങി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ആ വാർത്തയാവാൻ നിമിത്തമായത് ഓണറാണ്. ശരിക്കും ആ വാർത്ത കാരണമാണ് നമ്മളൊക്കെ അറിഞ്ഞത്. അതെ അതെ അതെ. അപ്പം എന്തായാലും മിനിയേച്ചി ഒരുപാട് സന്തോഷം. കാരണം ജീവിതത്തിലെ ഏറ്റവും ഇങ്ങനെയൊന്ന് സേവ് ദ ഡേറ്റ്. കാരണം ഇപ്പൊ ഒക്കെ ഫോട്ടോഷൂട്ടിന്റെ കാലമാണ്. നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്ന സമയം തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് ക്യാമറ ക്ലിയർ ഉണ്ടോ എന്നാണ്. പിന്നെ ഞാൻ എന്റെ മോളോട് ഇങ്ങനെ പറയുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ നല്ലൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട്. നമുക്ക് ചെയ്യാന്ന്. പിന്നെ മോള് ഇപ്പൊ പറഞ്ഞ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരുന്നു. മോള് കരാട്ട ടീച്ചറാ. മീനങ്ങാടി നമ്മളെ രവീന്ദ്ര സാറ് പഠിപ്പിക്കുന്നുണ്ട്. അവള് 2-3 സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പൊ എല്ലാരും താരം തന്നെയാണ് വീട്ടില്. ഏട്ടൻ എന്താ ചെയ്യുന്നത്? കെട്ടുപണി. അപ്പൊ ചേട്ടനും നല്ല സപ്പോർട്ടാണ്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും വീട്ടിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജമാണ് ഏറ്റവും വലുത്. അതെ, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള. അപ്പൊ ഇനി ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അത് സർപ്രൈസ് ആയിട്ട് അപ്പം മിനിയേച്ചി എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. കാരണം ഇനി ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരോട് എന്താ മിനിയേച്ചിക്ക് പറയാനുള്ളത്? ഒരിക്കലും പിന്നേക്ക് വെക്കരുത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സഫലീകരിക്കാൻ നോക്കുക. അതെ, കളിയാക്കുന്ന കമന്റുകൾ നോക്കേ വേണ്ട. പക്ഷെ നമ്മള് എന്റെ കമന്റിലൊന്നും ഇതുവരെ ഒരു വന്നിട്ടില്ല. അപ്പം ഞാൻ പറയാം, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ നാളെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ. അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുക എത്രയും പെട്ടെന്ന്. കണ്ടതിൽ ഒരുപാട് സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം മിനിയേച്ചി എത്ര കാലമായി നമ്മുടെ PK ബേക്കറിയില്? PK ബേക്കറിയിൽ ഇപ്പൊ 3 മാസം ആവുന്നുള്ളൂ. മിനിയേച്ചി ശരിക്കും എന്താണ് ജോലി ചെയ്യുന്നത്? അതെ, ബേക്കറി തന്നെയാണ്. ഞാൻ തൊട്ടപ്പുറത്ത് FS ബേക്കറിയിലായിരുന്നു 6 വർഷമായിട്ട്. നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പേരക്കുട്ടി നടത്തിയിരുന്നു ഫാസിൽ ഫിറോസ് എന്ന് പറഞ്ഞ ആ ഷോപ്പിലായിരുന്നു. പിന്നെ അതിന്റെ മുന്നേ തൊട്ടപ്പുറത്തെ ഫാൻസിയില് 3 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ 10 വർഷത്തോളം ആയിട്ട് കാക്കോയിൽ തന്നെ. മിനിയേച്ചി നമ്മുടെ കാക്കോയിലിന്റെ താരമായി മാറിയേക്കാണ്. എന്തായാലും ഒരുപാട് സന്തോഷം മിനിയേച്ചി. അപ്പൊ നമ്മുടെ ഓണർ ചേട്ടനോടൊന്ന് ചോദിച്ചോ. ആയിക്കോട്ടെ, ഓക്കെ. PK ബേക്കറിന്റെ സ്ഥാപനത്തിന്റെ ഓണറാണ്. പേരെന്തായിരുന്നു? ഷിഹാബ്. നമസ്കാരം. മിനിയേച്ചിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിന്റെ ഇടയ്ക്കൊക്കെ മൊത്തം പുറത്തേക്ക് ബ്യൂട്ടി പാർലറിൽ വരുന്ന പെൺകുട്ടികളെ നോക്കുവാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഒരുങ്ങി വരുന്നവരെങ്ങനെ നോക്കുക, അങ്ങനെ ആഗ്രഹം ഇങ്ങനെ പറയും. അതിന്റെ ഇടയ്ക്ക് ജോലി തകൃതിയായിട്ട് നടക്കുന്നു. ജോലി അതിന്റെ കൂടെ ഒക്കെ നല്ല നല്ല ആക്റ്റീവാണ്. അപ്പൊ മിനിയേച്ചി ഇപ്പം വൈറലായി, കേരളം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. മിനിയേച്ചിനെ തേടി ആൾക്കാർ വരലുണ്ട് ഇവിടെ കാണാൻ. ഇടയ്ക്കൊക്കെ അങ്ങനെ വരും, ഓരോരുത്തർ അനുമോദിക്കും, അങ്ങനെയൊക്കെ പോവും. ഓരോ കസ്റ്റമർ വന്നാലും എന്നാണ് ടിവിയിൽ കണ്ട എല്ലാ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ കച്ചവടത്തിന്റെ ഊർജ്ജമാണ്. അപ്പൊ എല്ലാവരും തേടി വരും, നന്നായിട്ട് കച്ചവടങ്ങൾ നടക്കും. എന്തായാലും ഷിഹാബ് ഒരുപാട് സ്നേഹം. കാരണം ജോലി ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ അലവ് ചെയ്യുക. കാരണം ഓരോ ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് അതിനൊക്കെ വേണ്ട പോലെ ലീവ് അനുവദിച്ചു കൊടുക്കുക. അതൊക്കെ വലിയൊരു മനസ്സാണ്. കാരണം മിനിയേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണർ ഭയങ്കര സപ്പോർട്ടാണെന്ന്. എന്തായാലും താങ്ക് യു കേട്ടോ. ഇങ്ങനെ ഒരു കലാകാരിനെ നമ്മുടെ കേരളം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ലോ അവർക്കൊരു ഊർജ്ജം കിട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മിനിയേച്ചിന്റെ സുഹൃത്തുക്കളാണ്. മിനിയേച്ചി ജോലി ചെയ്യുന്നതിന്റെ അടുത്ത് സ്ഥാപനം നടത്തുന്നതാണ്. ചേച്ചിന്റെ പേര്? അനിത. രജി. എങ്ങനെ ഈ മിനിയേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, കാരണം ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു മിനിയേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് നടക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിനിച്ചേച്ചി താരമായിരിക്കുകയാണ്. കേരളം മൊത്തം വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ മിനിച്ചേച്ചിന് ചോദിച്ചിങ്ങോട്ട് ആൾക്കാർ വരലുണ്ടോ? അവളിലൂടെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പം ഓരോരുത്തർ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. അല്ല മിനിയേച്ചി ഇങ്ങനെ ഇപ്പൊ വൈറലായി, അപ്പൊ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ? തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത് തന്നെ കാണാൻ പറ്റൂല്ലോ നമുക്ക്? ശ്രമിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി. ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടാണ് മിനിയേച്ചിന്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ. വീട്ടിൽ നിന്ന് മിനിയേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം മിനിയേച്ചിന്റെ ചെറിയൊരു ആഗ്രഹം ഇത്രത്തോളം വലിയൊരു കാര്യമായി. മിനിയേച്ചി തകൃതിയായി ജോലി തിരക്കിലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? സലീം.
കാക്കവലി തന്നെയാണോ സ്വദേശം? ഇവിടെ തന്നെയാണ് സ്വദേശം കാക്കവലി. എപ്പോഴും ഈ പി കെ ബേക്കറി വരാറുള്ള ആളാണ്? കെ ബേക്കറി രാവിലെ ഉണ്ടാവും, ഇവിടെ ഏകദേശം ഈ ചുറ്റുപാട് തന്നെ ഉണ്ടാവും. ഞാൻ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്, അപ്പോൾ ചായപൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. മിക്കവാറും സമയങ്ങൾ ഇവിടെ കാണും. മിനിയേച്ചി ഇങ്ങനെ ഒരു സേവ് ദ ഡേറ്റ് നടത്തി, കാരണം കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. അതിനുശേഷം ഒരു സേവ് ദ ഡേറ്റ് കഴിഞ്ഞ ദിവസം നടത്തി, ഭയങ്കര വൈറലായി, കേരളം മൊത്തം അറിഞ്ഞു. അപ്പോൾ ഇത് ഇക്ക കണ്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് സന്തോഷം? അപ്പോൾ തോന്നിയ മനസ്സിലെന്താണ് പറയാ വെച്ചാൽ മിനീൻ്റെ പോലത്തെ സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സാഹചര്യം വളരെ മോശമാണ്. ഇങ്ങനെ രാവിലെ വരുന്നു, ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അവരെ ഹസ്ബൻഡ് എൻ്റെ സുഹൃത്താണ്. അവർ രണ്ടാളും കൂടി ഞാൻ ജോലിക്ക് പോകുന്നത് രാവിലെ എന്നുള്ള ആ എന്താ പറയുക, ഈ പ്രായത്തിൽ അങ്ങനെ തോന്നിയല്ലോ, അവർ നിന്ന് കൊടുത്തല്ലോ. അത് തന്നെ അവരെ മനസ്സിൻ്റെ വലിയൊരു ഇതാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, അവരൊരു കഴിവാണത്. എന്നാലും അവരൊരു കാരണം വെച്ചാൽ അവരെ നടക്കാത്തൊരു സ്വപ്നം നടന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഞെട്ടിയിരിക്കുകയാണ് അല്ലേ? പിന്നെന്താ, കണ്ട് ഞെട്ടിപ്പോയി. ഇത് മിനിനെയാണുള്ളത് തെറ്റിപ്പോയി. കാരണം ഞാൻ കണ്ട അപ്പം തന്നെ വന്ന് മിനിനോട് പറഞ്ഞു, നീ ഭയങ്കര സംഭവിപ്പല്ലോ അത് പറഞ്ഞു. അതുകൊണ്ടാണ് മിനിയേച്ചി ഇത്രത്തോളം വൈറലായത്. ഇങ്ങനെ ലീവൊക്കെ അനുവദിച്ച് കൊടുത്തില്ല. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മിനിയേച്ചി ഇനിയും ഉയരങ്ങളിൽ തന്നെ എത്തട്ടെ. ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്ത്യ, ലോകം മൊത്തം അറിയട്ടെ, അങ്ങനെ വലിയൊരു കലാകാരിയായിട്ട് മാറട്ടെ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയുമായിട്ട് ഇനി കണ്ടുമുട്ടുന്നത് വരെ ബൈ.